ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം മാർക്കറ്റിലാണ്, ബ്രോഡ്വേയിൽ. അപ്പം എല്ലാവർക്കും മാർക്കറ്റ് സ്പേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞായറാഴ്ചത്തെ ഒരു സാഹചര്യം നിങ്ങളെ ഇവിടെ ഒന്ന് കാണിച്ചു തരിക. ഇവിടുത്തെ നല്ല റഷാണ്, നല്ല ക്രൗഡാണ്. അപ്പോൾ ആ സാഹചര്യം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എറണാകുളം മാർക്കറ്റിനെ പറ്റി അല്ലെങ്കിൽ ബ്രോഡ്വേ പറ്റി കേട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല ഭാഗങ്ങളിലേക്കും ഒരുപാട് പ്രോഡക്റ്റുകൾ പല പല ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഹോൾസെയിലായിട്ടുള്ള റീറ്റെയിലായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അറിയാമായിരിക്കും, ഒത്തിരി ആൾക്കാരൊക്കെ വീഡിയോ ചെയ്ത് പോയതാണ്. അതുകൊണ്ട് വേറൊന്നുമല്ല, അപ്പം നമ്മുടെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എറണാകുളത്തുണ്ടായിട്ടും എറണാകുളം മാർക്കറ്റിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വളരെ പോരായ്മ എന്നതിൻ്റെ പേര് മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പം ഇതൊരു വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. കാരണം ബ്രോഡ്വേയെ പറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 2 ദിവസം നമ്മൾ ലൈവായിട്ട് നമ്മൾ ഇന്ന് എടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. കണ്ടില്ല, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കാണ് ഒന്നാമത്തെ കാര്യം. കാരണം എല്ലാ സ്ഥലം, അതെല്ലാ ഒരു കാറ്റഗറിപ്പെട്ട എല്ലാ ഒരു റിലീജിയനിൽപ്പെട്ട ആളുകളും എല്ലാ ടൈപ്പ് ആൾക്കാരും ഇവിടെ ഉണ്ട്. കാരണം അല്ലെ, ഒരു പക്ഷേ നമ്മുടെ നാട് ഉള്ളേറിയിലൊക്കെ അല്ലേ, നമ്മൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പോയാൽ ഈ ഫുട്പാത്തിലൊക്കെ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ നമുക്ക് മടിയാണ്. ജീൻസാണ് അപ്പോൾ ഞാൻ തന്നെ ചോദിക്കും, ഇതിൻ്റെ വില ചോദിക്കും, ചേട്ടാ എത്രയും ചോദിക്കും. പുള്ളി പറഞ്ഞ് 300 രൂപ. കാരണം 300 രൂപയ്ക്ക് അവിടെ ജീൻസ് ഇരിപ്പുണ്ട് അല്ലേ. അതേ ക്വാളിറ്റിയുള്ള സാധനം നമ്മളൊരു ഷോപ്പിൽ ഇപ്പം എൻ്റെ നാടായ കാഞ്ഞിരപ്പള്ളിയിലോ പൊൻകുന്നത്തോ കട കയറി മേടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരു 750 രൂപ അല്ലെങ്കിൽ 600 രൂപയെങ്കിലും ആവും കുറഞ്ഞത്. അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാതിരുന്നു. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾ പോലും ഇതുപോലെയുള്ള ഷോപ്പുകളിൽ നിന്നും ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ആർക്കും ഒരു ചമ്മലോ മടിയോ അല്ലേ. ഇപ്പം നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് പോലും പല ആളുകളും വഴിസൈഡിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു സീനായിട്ട് എടുക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഷർട്ടുകളൊക്കെ പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 300 രൂപയുള്ള ഷർട്ടിന് നമ്മുടെ അവിടെ ഉള്ളൊരു ഷോപ്പിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഷർട്ടുകൾ മേടിക്കണമെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 450 രൂപ അല്ലെ 550 രൂപ മിനിമം. അപ്പോൾ അതാണ് എല്ലാ തരത്തിലുള്ള ഐറ്റംസും അവിടെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ കയറുന്ന വഴിക്ക് ഇത് നമുക്ക് പെൻഡായിലേക്ക് കയറി പോകാനായിട്ട്, അതായത് നമ്മുടെ ബ്രോഡ്വേയുടെ നേരെ ബാക്കിലാണ്, ഫ്രണ്ടിലാണ് നമ്മുടെ പെൻഡമേനായി വരുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കയറി പോകാനുള്ള പാസേജാണിത്. അവിടെ ഒരുപാട് കടകളുണ്ട്. ഈ കാണുന്ന അത്യാവശ്യം കുറച്ചും കൂടെ മറ്റേതിനേക്കാളും ക്വാളിറ്റിയുള്ള ഷർട്ടുകളാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 550 രൂപ 450 രൂപ ആ റേഞ്ചിൽ ഈ ഷർട്ടുകൾ കിട്ടും. ഈ ഇടനാഴിയിലേക്കൂടെ നേരെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെയൊക്കെ നേരെ മുൻവശത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന പെൻഡമേന, അതായത് GCDയുടെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെയൊക്കെ. അത്യാവശ്യം ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സെലക്ഷനായിട്ടുള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള ഷർട്ടുകളാണ്. കാരണം സെലക്ഷൻസ് ഒരുപാടുണ്ട് കമ്പാരിറ്റീവ്ലി നമ്മുടെ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ടർ സിറ്റിയിലേക്കൊക്കെ ഉള്ള ഷോറൂമുകളിലൊക്കെ ചിലപ്പോൾ ഇത്തരം ഒന്നും എത്തിപ്പെട്ടത് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരുപാട് ഷർട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. കാരണം റേറ്റും കുറവാണ് അല്ലേ. ഒരു ഷർട്ടും ഒരു ജീൻസും നമ്മൾ അത്യാവശ്യം വേണ്ട അണ്ടർ ഗാർമെൻറ്റ്സും ടവൽസും എല്ലാം കൂടെ കൂട്ടി നമ്മൾ മേടിക്കുന്നതിന് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 1000 രൂപയിൽ എല്ലാം കൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത്യാവശ്യം കുറച്ച് ഫണ്ടൊക്കെ ആയിട്ട് വന്നാലും നമുക്ക് ഒരുപാട് സാധനങ്ങളാണ് മാർക്കറ്റിൽ. എനിക്ക് ശരിക്കും നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടുള്ളൊരു എന്താ പറയുന്നത്, അതിനുള്ള ഓപ്ഷൻ അവിടെ എനിക്ക് ടൈം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാരണം ലോ ലൈറ്റ് ആകാറായിരുന്നു. ബാക്കി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ സന്ധ്യ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്യാം. ലാസ്റ്റ് ബ്രോഡ്വേക്കകത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് അന്നേരത്തെ ഒരു സാഹചര്യങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ചെറിയ സാധനങ്ങളുണ്ട്, ഷർട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ. അതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഷെയ്ക്കുകളൊക്കെ 35 രൂപ അല്ലേ. എറണാകുളത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വന്ന് ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, നമുക്ക് ഏറ്റവും ലോ ലെവലിലും ഒരു ദിവസം നമുക്ക് നിസ്സാരമായ ഒരു തുക മുടക്കി ജീവിക്കാം, ഒരു മീഡിയം റേഞ്ചിൽ ജീവിക്കാം, നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് റിച്ചായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ലോ ലെവലിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നമ്മുടെ സ്വന്തം വീട്ടിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറത്തു നിന്ന് വന്ന ഒരാൾ അല്ല, ഇപ്പോൾ കൊല്ലത്തുനിന്നോ എറണാകുളത്തോ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് നമ്മുടെ കോട്ടയത്തോ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ ഒക്കെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവന് കുറഞ്ഞ ബഡ്ജറ്റ് ഒരു സംഭവം ഇല്ല. ഈ കാണുന്നതാണ് പെൻഡാമേന കേട്ടോ. നമ്മൾ മുമ്പേ കാണിച്ചത് പെൻഡാമേനയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗമാണ് GCDA കോംപ്ലക്സ്. GCDA കോംപ്ലക്സിൻ്റെ നേരെ ബാക്കിലാണ് മറൈൻ ഡ്രൈവ് വരുന്നത് കേട്ടോ. അപ്പോൾ പെൻഡാമേനയിലേക്ക് ഞാൻ ജസ്റ്റ് കയറി ഇറങ്ങിയ ഭാഗം കട്ട് ചെയ്തു. നമുക്ക് അതിന് വെളിയിലേക്ക് വീണ്ടും ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്, ബ്രോഡ്വേക്ക് മാർക്കറ്റിലേക്ക് വന്നു.
ഇതാണ് ഇവിടുത്തെ ഒരു രാത്രിയിലെ കാഴ്ച എന്ന് പറയുന്നത്. ആളുകൾ ഇങ്ങനെ അല്ലേ അതായത് ഉറക്കമില്ലാത്ത തെരുവ് മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് ബ്രോഡ്വേ മാർക്കറ്റിനെ നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിനെ പണ്ടോട്ട് അറിയപ്പെടുന്നത്. അങ്ങനെയാണ്, കാരണം എപ്പോഴും ഇത് ലൈവാണ്. ഇങ്ങനെ ഇത് ഒരു പോർഷൻ മാത്രം നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് ഏരിയാസ് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെന്നിട്ടുള്ള അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. ചെറിയ തുകയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ ഒരു ഷൂസ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 850, 950, 1000 രൂപ റേഞ്ച് ആകും. അതേ ക്വാളിറ്റിയുള്ള സെയിം സാധനം, സെയിം ആർട്ടിക്കിൾ നമ്പറുള്ള സാധനം നമുക്ക് ഇവിടെയുള്ള ഹോൾസെയിൽ ഷോപ്പുകളിൽ ഏകദേശം ഒരു 450 രൂപ, 550 രൂപ റേഞ്ചിൽ കിട്ടും. ഇത് നാട്ടിലുള്ള ആളുകളെ ഞാൻ മോശമായി ചിത്രീകരിക്കാനോ കടകളെ അങ്ങനെ നെഗറ്റീവ് ആക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ഇത് ഹോൾസെയിൽ കടയാണ്. എനിക്കിപ്പോൾ ഒരു ഷൂ മേടിക്കാൻ വേണ്ടി എൻ്റെ പൊൻകുന്നത്തെ അല്ലെങ്കിൽ കായലിപ്പുള്ള കട കളഞ്ഞിട്ട് എനിക്ക് അതിന് വേണ്ടി ഇവിടെ വരാൻ വേണ്ടി പറ്റത്തില്ല. എനിക്ക് അടുത്തുള്ള നീറസുള്ള കടയിൽ പോയി ഞാൻ മേടിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഇവിടെ മാക്സിമം ഒന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിട്ട് കാര്യങ്ങളാണ്. കാരണം ചെറിയ ഒരുപാട് നമ്മൾ അത്യാവശ്യം കുറച്ച് ഫണ്ടുമായിട്ട് ജസ്റ്റ് ഒന്ന് വന്നു പോവുക. കാരണം ഇവിടെ വണ്ടികളുടെയൊക്കെയാണെങ്കിലും തിരക്കുണ്ട് കേട്ടോ, അതാണ് സൗണ്ടൊക്കെ കേൾക്കാം. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വന്നു പോവുക. വന്നു പോയിട്ട് നമുക്ക് കണ്ടോ കുഞ്ഞു സാധനങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മളൊരു വലിയ ഹൈപ്പർ മാർക്കറ്റിലോ ഒന്നും പോയി തപ്പിയ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുപോലത്തെ അതായത് നമ്മൾ ചെറിയ സേഫ്റ്റി പിന്നുകളും ചെവിത്തോണ്ടികൾ പോലും അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. കാരണം 1 രൂപയുടെ സാധനങ്ങൾ പോലും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്കിതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഷോപ്പുകൾ ഞാൻ സെപ്പറേറ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. കാരണം ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ ലേഡീസിനൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെരുപ്പുകളുണ്ട്. അതായത് ലേറ്റസ്റ്റ് ആണ്, ഇച്ചിരി പഴയ സംഭവങ്ങളൊന്നുമല്ല, പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. അതാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ നാടും സിറ്റി ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയാനായിട്ടുള്ളത്. കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിരിക്കും. ഇപ്പോഴും പഴയതിലേക്ക് ആൾക്കാർ വീണ്ടും തിരിച്ചു പോകത്തില്ല. ഇതൊക്കെ പിന്നെ കുറേ അന്യസംസ്ഥാന തൊഴിലാളികളും അവരുടെ ഫാമിലീസുമാണ്. എനിക്ക് തോന്നുന്നു ഒരു 30% എന്ന് പറയുന്നത് അവരുടെ സാന്നിധ്യമാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പർച്ചേസിനകത്ത് ഇതൊക്കെ ഇറക്കുന്നത്. പല ഏരിയയിലും അവരുണ്ട്. അവർ ഡ്രസ്സ് കാര്യങ്ങൾ അതായത് എല്ലാം ഫ്രൂട്ട് സ്റ്റാളിലും എല്ലായിടത്തിലും അവർ നിൽക്കുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ചെറിയ സാധനങ്ങളൊക്കെ ഈ പഴങ്ങളും അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലായിടത്തും അവരുണ്ട്. ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ സ്പൈസസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ സ്പൈസസിനെ പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലും വില കുറച്ച് അവർക്ക് കിട്ടും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മറ്റുള്ളൊരു നാട്ടിൽ നിന്ന് വന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഒന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റും. ഒരു വണ്ടിയായിട്ട് വന്നാൽ ഹോൾസെയിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യും. നമ്മുടെ നാട്ടിൽ കൊണ്ട് ചെറുകിട കടകളിൽ കൊണ്ട് നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഉണ്ട് ചെറിയ റേറ്റേ ഉള്ളൂ. ഉണ്ട് ഇത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഓറഞ്ച് ആപ്പിളും ഒക്കെ 80 രൂപ, 60 രൂപ റേഞ്ചിലൊക്കെ ഇതൊക്കെയാണ്. അതിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റനാണ്, ഭയങ്കര തിരക്കാണ്, റഷാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കക്കാരായതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, അതെല്ലാം മാറ്റി നമ്മൾ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റ് വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.